ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് റാഷിൻ്റെ മൂത്താപ്പാടെ മോനും ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെച്ചതും ഉണ്ടായിരുന്നു, വെക്കാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 4 ബോക്സാണ് കേട്ടോ അത്. അപ്പോൾ അത് അന്ന് ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഈ ഒരു ബീഫ് വെച്ചിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബീഫ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വ്യാഴാഴ്ച രാത്രി ബീഫ് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ പോണതിന് മുന്നേ അവിടെ ഒരു കവർ വിരിച്ചിങ്ങാനിട്ട് ഈ ബോക്സ് മുഴുവനും എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ പോയി. ഇനി വരുമ്പോഴത്തേനും ആ വെള്ളം സ്ലോമലാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആ കവർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചത്. പോയി വന്നപ്പോഴത്തേനും കുറച്ചൊക്കെ ഐസ് വിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഐസ് വിടാനുണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ തന്നെ അത് പാക്കറ്റൊക്കെ പൊട്ടിച്ചിങ്ങാനിട്ട് നേരെ ഒരു പാത്രത്തിൽ ഇട്ടുങ്ങാനിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ബീഫൊക്കെ മന്തി വെക്കുന്ന സമയത്ത്, ബീഫാണെങ്കിലും ആടാണെങ്കിലും ഒട്ടകമൊക്കെ നമ്മൾ മന്തി വെക്കുന്ന സമയത്ത് തലേ ദിവസം മസാല തേച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല രീതിയിൽ അതുമ്പോൾ മസാല പിടിക്കും. അപ്പോൾ അതവിടെ വെള്ളം ഒഴിച്ചിട്ടിങ്ങാനിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് കൈയോടെ തന്നെ ആ ഒരു ഷീറ്റും ആ പാത്രമൊക്കെ കച്ചറയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ റാഷി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബീഫ് മന്തിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതേ മസാലയിൽ തന്നെ നമുക്ക് ആടും ഒട്ടകവും ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി പൊടിച്ച് വെച്ചത് ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുരുമുളക് എടുത്തിങ്ങാനിട്ട് പൊടിച്ചിങ്ങാനിട്ട് പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ച്. ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം കുരുമുളക് പൊടി വേണം കേട്ടോ. ഞങ്ങൾ പൊതുവെ കുരുമുളകിൻ്റെ പൊടിയായിട്ട് വാങ്ങാറില്ല, അതെന്തോ ഒരു തൃപ്തിക്കുറവാണ്. ഇതേമാതിരി കുരുമുളക് വാങ്ങിങ്ങാനിട്ട് കഴിയുന്നതിനനുസരിച്ച് പൊടിച്ച് വെക്കണം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ കുരുമുളക് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അടിയിൽ വെച്ചിട്ടാണ് ആ മൂടി തുറന്നു കൊടുത്തത്. അപ്പോൾ പുറത്ത് പോവില്ലല്ലോ. ഇനി ഇത് ഞാൻ കുരുമുളക് പൊടിയുടെ ടിന്നിലേക്ക് ആ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം മന്തികൾക്ക് പൊടിച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ പൊടിച്ചതാണ്. ഞാൻ ഇതേമാതിരി അധികം പൊടിച്ചിട്ട് ആ ഒരു പാത്രത്തിലാക്കിയാണ് വെക്കുക. അത് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് പൊടിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മന്തിയിൽ മന്തി മസാല ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ പലതരത്തിലും നമ്മൾക്ക് മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. അങ്ങനെ കുരുമുളക് പൊടി പൊടിച്ചിങ്ങാനിട്ട് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് മസാല തേക്കണേൽ കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതിനു വേണ്ടി കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കറുവപ്പട്ടയില്ലേ അത് എടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക്. ഇത്രയും സ്പൈസസ് നമ്മൾ മുഴുവനത്തോടുകൂടെ ഈ ഒരു ബീഫ് മസാല തേക്കണേൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് മസാല തേക്കാനുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു സാധനമാണ് ബീഫിൻ്റെ തന്നെ മാഗി ക്യൂബ് കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും വേണം. അപ്പോൾ കറി മസാലപ്പൊടിയും സ്പൈസസും കുരുമുളകിൻ്റെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാപ്സിക്കം 1.5 ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്, ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അങ്ങനെ ഞാൻ ബീഫിലേക്ക് വേണ്ട ചെറുതാക്കി എറിഞ്ഞ ക്യാപ്സിക്കം ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കൈയോടെ ഞാൻ നാളെ ചോറിൽക്കുള്ളതും വെറുതെ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് റാശി ബീഫ് അവിടെ കഴുകി തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പം ഫ്രീ ആയിട്ട് നിൽക്കല്ലേ, അപ്പം നാളെ ചോറിൽക്ക് വേണ്ട ഇതും കൂടെ ഒന്ന് കൈയോടെ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാളയും തക്കാളിയും നാളെ ചോറിൽക്കുള്ളത് കൈയോടെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏറ്റവും എളുപ്പം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മന്തി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കാണെങ്കിൽ പൊതുവെ ബിരിയാണിനേക്കാളും ഒരുപടി മുന്നിൽ ഇഷ്ടം മന്തി തന്നെയാണ്. അപ്പം ഞാൻ കൈയോടെ ചോറിലേക്ക് വേണ്ടതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ പകുതി തക്കാളി പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ എടുത്തുങ്ങാണ്ട് ഞാൻ പേസ്റ്റ് ആക്കുന്നുണ്ട്. അതും ചോറിലേക്കാണ് കേട്ടോ. ഇപ്പം എന്തായാലും ഫ്രീ ആയിട്ട് നിൽക്കല്ലേ, അപ്പം പിന്നെ അതും കൂടെ അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. കാരണം ബീഫ് റാശി കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് റാശിയോടെ കഴുകുന്നുണ്ട്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് വെറുതെ ചെയ്ത് വെച്ചെന്നുള്ളൂ. രാവിലെ ആയാലും ചെയ്താൽ മതി. ഇന്ന് ബീഫ് മസാല തേച്ച് വെക്കാന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെറുതെ നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നാളെ ചോറിലേക്ക് വേണ്ടതും കൂടെ അവിടെ റെഡിയാക്കി വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു 1.5 തക്കാളി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോഴേക്കും റാശി എനിക്കിതേ ഇവിടെ ബീഫൊക്കെ കഴുകി വെള്ളം കളയാനായിട്ട് ഊറ്റപ്പാത്രത്തിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, മാറ്റി വെച്ചിരിക്കുന്ന ഗ്രാമ്പു, കുരുമുളക്, പട്ട ഇത് ഇട്ട് കൊടുക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുറച്ച് മുന്നിൽ നിൽക്കുക കേട്ടോ ചതയ്ക്കുമ്പോൾ. പിന്നെ അത്യാവശ്യം നല്ലോണം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ആ ഒരു കുരുമുളകിൻ്റെ രുചിയാണ് മുന്നിൽ നിൽക്കേണ്ടത്. അതാണ് നമ്മൾ ഇതിനകത്ത് എരിവിനായിട്ട് ചേർക്കുന്നത്. മുളക് പൊടിയൊന്നും നമ്മൾ ഇതിനകത്ത് കൂട്ടുക തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പം നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ഏകദേശ കണക്കിന് ഉപ്പിട്ട് കൊടുത്താൽ മതിട്ടാ. പിന്നെ ഇതാ ബീഫിൻ്റെ തന്നെ മാഗി ക്യൂബില്ലേ, അതൊരു 4 കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പാക്കറ്റിൽ 2 കട്ടയായിട്ട് കിട്ടും. അങ്ങനെ ഒരു 4 കട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബീഫിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ വെന്ത് കഴിയുന്ന സമയത്ത്. പിന്നെ ഇതാ ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാഗി ക്യൂബൊക്കെ നല്ലോണം ഉടച്ച് ചേർത്തതിന് ശേഷം ഞാനൊന്നും കൂടി ഉപ്പ് നോക്കി. അപ്പോൾ കുറച്ച് പോരായ്മ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെള്ളം ഊറ്റാൻ വെച്ചിരിക്കുന്ന ബീഫ് നേരെ അതിനകത്തേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ മസാല തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും ചെയ്യാനില്ല, നേരെ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കുക. സൺഫ്ലവർ ഓയിൽ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബീഫും അത്യാവശ്യം നല്ലോണം നെയ്യുണ്ട്. അപ്പോൾ ആ നെയ്യാണ് കേട്ടോ എൻ്റെ കൈമിലൊക്കെ കാണുന്നത്. അത് നേരെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് നമ്മുടെ കിച്ചൺ അടച്ചിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ ആ ബീഫൊക്കെ എടുത്തൊന്ന് പുറത്ത് വയ്ക്കാൻ പോണത്. ബീഫും നമ്മൾ ഇന്നലെ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തണവ് വിട്ടതിന് ശേഷം നമ്മളിതാ ബീഫ് അടുപ്പത്ത് വെക്കാൻ പോകണം കേട്ടോ. അത് കുക്കറിലാണ് നമ്മൾ ബീഫ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ കുക്കറൊക്കെ ഇവിടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് നേരെ കുക്കറിലേക്ക് തട്ടിക്കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് വേവിക്കാൻ വെക്കേണ്ടത്. ആ ഐസൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം മാത്രം നമുക്ക് വേവിച്ചാൽ മതി. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് തലേ ദിവസം മസാല തേച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ഉണ്ടായിരുന്ന ബാക്കി മസാലയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എത്ര കൂടുതൽ എടുക്കണോ അത്രയും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, എനിക്കിപ്പോൾ ഈ കുക്കറിൽ 4 വിസിലാണ് കേട്ടോ വെന്ത് കിട്ടിയത്. അപ്പോൾ ഓരോ കുക്കറിൻ്റെ അളവനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് കാരണം ആദ്യം 2 വിസിലടിച്ച് അത് കഴിഞ്ഞ് പിന്നെ തുറന്ന് നോക്കിയിട്ട് വേവ് നോക്കിയിട്ട് പിന്നെയും 2 വിസിലടിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ബീഫ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചോറിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പൈസസ് എടുത്ത് വെക്കുന്നുണ്ട്.
പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ ഏലക്കായ എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ വലിയ ജീരകല്ലേ അതെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ മല്ലി ഇടാനായിട്ട് മറന്നു പോയിട്ട് നമ്മുടെ മുഴുവൻ മല്ലിയില്ലേ അതൊരു കുറച്ച് ഇടുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കറിവേലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 കട്ട മാഗി ക്യൂബും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈ ലെമൺ ഇല്ലേ, ഡ്രൈ ലെമൺ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ചതയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ഹോൾസ് ആക്കി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനതിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ആ മാഗി ക്യൂബ് തൊലി കളഞ്ഞു കഴിഞ്ഞിട്ട് അത് നമ്മുടെ സവാള, തക്കാളി, ക്യാപ്സിക്കല്ലേ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റൈസിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തത് വേണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവിടെ തൊലി കളഞ്ഞെടുത്ത് ഒന്ന് കഴുകിയും കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ അമ്മിക്കോളുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇതാ 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഗ്യാസ് അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറിനുള്ള പരിപാടി തുടങ്ങാം. 2 വിസിൽ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ പ്രഷർ പോയതിന് ശേഷം വേവ് നോക്കിയിട്ട് പിന്നെ 2 വിസിലടിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസും ഡ്രൈ ലെമണും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് മൂപ്പിച്ചെടുക്കണ്ട, ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, തക്കാളി, അതുപോലെ തന്നെ മാഗി ക്യൂബ് ഇതിട്ട് കൊടുക്കുക. ഈ മാഗി ക്യൂബൊക്കെ ഇതിനകത്തൊന്ന് ഉടച്ച് ചേർത്ത് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്താണ് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ആ മാഗി ക്യൂബൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ആ തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കും. അപ്പോൾ ഇത്തിരി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഇവിടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല. ഇനി ഈ വെള്ളം ഒന്ന് ചൂടായി വരണം, തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിനകത്ത് ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ പോരാൻ തോന്നിയപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി കുതിർത്താനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വെച്ച അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരിയും വെള്ളവും കൂടെ ഇതുപോലെ ഒപ്പൊപ്പാവുന്ന സമയത്ത് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ അത് നേരെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഇനി നമുക്ക് പോരാത്ത ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇടയിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിങ്ങായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിങ്ങായിട്ട് വേവിക്കാം. വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടി പിടിക്കാണ്ടും കട്ടി പിടിക്കാണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് കിട്ടും കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്തുങ്ങായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഇതിനകത്ത് ഒരു തരി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബീഫ് വെന്ത സമയത്ത് അതിനകത്തുനിന്ന് അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടത്തിയിട്ട് തന്നെ ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിൻ്റെ ഉപ്പും വേവൊക്കെ ഒന്ന് നോക്കാൻ നിന്നതാണ്. പക്ഷെ എന്നെ കൊണ്ട് നടക്കണുണ്ടായിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം റാശി അത് നോക്കിയിട്ട് കറക്റ്റാന്ന് പറഞ്ഞു. എരു ഉപ്പ് ഒക്കെ പെർഫെക്റ്റ് ആണ്. കിണ്ണം കാച്ചി ആയിട്ടുണ്ടെന്നാണ് കേട്ടാ പറഞ്ഞത്. ഇനി ഇതാ ഇതിൽ കിടന്നൊന്ന് വറ്റിയെടുക്കട്ടെ കേട്ടാ. അപ്പോൾ ഇതാ നമ്മൾ ബീഫൊക്കെ ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ബീഫ് മന്തി, മാട് മന്തി, ഒട്ടകത്തിൻ്റെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. നമ്മൾ എടുക്കുമ്പോഴത്തേന് ഇങ്ങനെ പോരണം, അങ്ങനെ കിട്ടണം. അപ്പോൾ ബീഫിൻ്റെ ആ കുക്കർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കരി കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ ബീഫ് ഈ ചോറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ബീഫൊക്കെ നമ്മൾ മന്തി വെക്കുന്ന സമയത്ത്. ഇനി ആ ബീഫ് മൊത്തം ആ ചോറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നടുവിൽ കുറച്ച് ഭാഗം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കനൽ വെക്കാനുള്ള പാത്രം വെക്കാനായിട്ട് അവിടെ കുറച്ച് സ്ഥലം ഇട്ടിട്ട് സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഇല്ലേ, അതിങ്ങനെ ഒരു ബൗൾ പോലെ ആക്കിയിട്ട് അതായാലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കത്തിച്ച കനലിട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം തന്നെ അടയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന നേരത്ത് അതെടുത്ത് മാറ്റിയിട്ട് ഈ ബീഫും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫ് മാറ്റുക, ചോറ് സെപ്പറേറ്റ് വെക്കുക. ഞങ്ങളിവിടെ കൂടുതലും എല്ലാം കൂടെ മിക്സ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബീഫ് മന്തിയുടെ റെസിപ്പി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.